ബാലഭവൻ, ലളിതകല അക്കാദമി, അതേപോലെ തന്നെ സംഗീത നാടക അക്കാദമി, രാമനിലയം ചേർന്നിട്ടുള്ള തൃശ്ശൂര് ഈ പറയുന്ന ഒരു റൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണത്. ഈ വീഡിയോയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നടപ്പാതയുടെ അവസ്ഥ നോക്കൂട്ടോ. അതായത് തകർന്ന് കിടക്കുന്ന നടപ്പാതയാണ്. അതായത് മൊത്തം, അതായത് കുട്ടികൾ, ബാലഭവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഗിത്താറ് കാര്യങ്ങൾ, ഈ പറഞ്ഞ പോലെയുള്ള നാടകം, ഈ പറഞ്ഞ പോലെയുള്ള ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുമ്പോഴോ ആ കുട്ടികൾ നടന്നു പോകുന്ന നടപ്പാത എത്രത്തോളം തകർന്നിട്ടാണ് നോക്കൂ. ഈ റൗണ്ട് മൊത്തം പ്രശ്നങ്ങൾ തന്നെയാണ്. അതായത് തൃശ്ശൂര് എല്ലാ റോഡുകളും നമ്മൾ ഇതുപോലെ തന്നെ പരിചയപ്പെടുത്തും. കണ്ടില്ലേ, നോക്കൂ എത്രത്തോളം ഒരു കുട്ടി ഈ ഇതിൽ വീഴാണെങ്കിൽ എത്രത്തോളം അപകടമാണ് നോക്കൂ. ഇതൊക്കെ നോക്കൂ, കമ്പുകൾ വീഴുന്നു മരത്തിന്റെ, അവരുടെ തലയിലേക്കോ കാര്യങ്ങൾക്കോ വീഴാണെങ്കിൽ എത്രത്തോളം അപകടമാണെന്നുള്ളത് ആലോചിച്ച് നോക്കൂ. ദേ ഇവിടെ നോക്കൂ, കണ്ടോ പൊട്ടിപ്പൊളിഞ്ഞെടുക്കുകയാണ്. അതായത് ബാലഭവനിലേക്കുള്ള എൻട്രൻസിന്റെ അവിടെയുള്ള പ്രശ്നമാണത്. അതായത് നമ്മളുടെ ഒരു മിനിസ്റ്റർ എന്ന് പറയുന്നത്, നമുക്കിവിടെ ഒരു നിയമമുണ്ട് അല്ലെ. നിയമം എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. അപ്പോ ആ നിയമം അതേപോലെ സംരക്ഷിക്കാനാണ് നമ്മൾ ചില മിനിസ്റ്റേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതില് ഈ പബ്ലിക് സർവീസ് ഹാൻഡിൽ ചെയ്യുന്ന മിനിസ്റ്റർ ആരാണ്? മുഹമ്മദ് റിയാസ് ആണ്. അദ്ദേഹം തൃശ്ശൂര് ഈ പറയുന്ന മേയറിലൂടെ, അതായത് നഗരപിതാവ് എന്ന് പറയും, അപ്പൊ അദ്ദേഹത്തിന്റെ മേയറിലൂടെയാണ് കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ തൊഴിലാളികളായിട്ടുള്ള ഇവര് എത്രത്തോളം ജനങ്ങളോട് പ്രതിബദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് നടപ്പാതകൾ തകർന്നെടുക്കുന്നത്. ഇപ്പൊ കാണിച്ചത് ബാലഭവന്റെ എൻട്രൻസ് ആണ് കേട്ടോ. അപ്പോ ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, കുട്ടികളെയാണ് ക്ഷണിക്കുന്നത്. കളിവീട് എന്ന് പറഞ്ഞിട്ടൊക്കെ കുട്ടികളെ ക്ഷണിക്കുന്ന സ്ഥലത്താണ് ഈ പറയുന്ന തകർന്നു കിടക്കുന്ന നടപ്പാതകളുള്ളത്. മിസ്റ്റർ മുഹമ്മദ് റിയാസ്, താങ്കളുടെ എത്രത്തോളം ഫെയിലാണെന്ന് കാണിക്കാൻ കഴിയുന്ന, താങ്കളുടെ ഈ മിനിസ്റ്റർ പദവി എത്രത്തോളം ഫെയിലാണെന്ന് കാണിക്കാൻ കഴിയുന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണത്. ഓക്കെ, ഇവിടുന്ന് ഈ ഞാൻ പറഞ്ഞ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഇതുപോലത്തുള്ള പ്രശ്നങ്ങൾ നിരന്തരമായിട്ട് കാണാൻ കഴിയും. പബ്ലിക് സർവീസ് എന്ന് പറയുന്നത് അതേപോലെ ഡാമേജ് ആയിട്ട് എടുക്കുകയാണ്, റോഡുകൾ ഡാമേജ് ആയിട്ട് എടുക്കുകയാണ്. ഇതൊന്ന് നോക്കൂ, കണ്ടോ. ഇതൊക്കെ ഇനിയിപ്പോ ഈ റൗണ്ടിൽ തന്നെയാണ് KSFE വരുന്നത് കേട്ടോ. അതായത് സംഗീത നാടക അക്കാദമി, ലളിതകല അക്കാദമി, ബാലഭവൻ, രാമനിലയം എല്ലാം അതിന്റെ ഇടയിൽ തന്നെ വരുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇതൊക്കെ തകർന്നു കിടക്കുകയാണ്. ഒരെണ്ണം അവിടെ തകർന്നു കിടക്കുന്നുണ്ട്. അപ്പോ നടപ്പാതകൾ പോലും സുരക്ഷിതമല്ലാത്ത രീതിയിലാണ് തൃശ്ശൂരിന്റെ ഹൃദയഭാഗമായിട്ടുള്ള ടൗൺ ഹാളിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഈ ഒരു പ്ലേസിലുള്ളത്. നോക്കൂ, അതായത് തകർന്ന് കിടക്കുകയാണ്. ഇത്രയും തകർച്ചയിലാണ് ഇതൊക്കെ കിടക്കുന്നത്. ഇതൊക്കെ കണ്ടില്ലേ. ഇനിയിപ്പോ അപ്പുറത്തേക്ക് കിടക്കുകയാണെങ്കിൽ, അപ്പുറത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പൈപ്പ് ലൈൻ കുഴിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ ആക്സിഡൻസുകൾ, അതായത് 5ൽ കൂടുതൽ അപകടങ്ങൾ, വാഹന അപകടങ്ങൾ നടന്നിട്ട്, അതായത് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സുരക്ഷാ കവചോ കാര്യങ്ങളോ കീപ്പ് ചെയ്യാതെ അപകടങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ് അടുത്തത് കാണിക്കാൻ പോകുന്നത്. അതായത് ഒരു പൈപ്പ് ലൈൻ കുഴിക്കാനായിട്ട് 1 വർഷത്തോളം ഇവിടെ ടൈം എടുത്തു. ഗ്യാസിന്റെ പൈപ്പ് ലൈൻ കുഴിക്കാനായിട്ട് 1 വർഷത്തോളം ടൈം എടുത്തിട്ട് കുഴിച്ചിട്ടുള്ള ഭാഗം ഇപ്പോ 5ഓളം അപകടങ്ങൾ നടന്ന സ്ഥലമാണ് കേട്ടാ. വാഹനങ്ങൾ അപകടങ്ങളിൽ ആൾക്കാർക്ക് പരിക്കും കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്. നോക്കൂ എത്ര വലിയ കുഴിയാണ്, എത്രത്തോളം ദുരിതത്തിലാണ് പോകുന്നത്. ഇതൊരു വളവാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മളിപ്പോ ഇങ്ങോട്ട് കടന്ന് അങ്ങോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രാമനിലയത്തിന്റെ മതില് കാണണം. അതായത് അത്രയും തകർന്നു എടുക്കുകയാണ്. അതായത് മെയിനായിട്ട് ഹൈ സെക്യൂരിറ്റി വേണ്ട പ്ലേസ് ആണ് ഈ രാമനിലയം എന്ന് പറയുന്നത്. അത്രയും സെക്യൂരിറ്റി വേണ്ട പ്ലേസിൽ മതില് പോലും തകർന്നു എടുക്കുകയാണ്. അപ്പോൾ ഈ പബ്ലിക് സർവീസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന മന്ത്രിക്ക് എന്താണ് പണി? അദ്ദേഹത്തിന്റെ കീഴെ വരുന്ന തൃശ്ശൂർ ഹാൻഡിൽ ചെയ്യുന്ന മേയർക്ക് എന്താണ് പണി? മേയർ എന്താ കീഴെ വരുന്ന പൊതുമരാമത്ത്, ഇവർക്കൊക്കെ സാലറി മാസം കിട്ടുന്നില്ലേ? എന്ത് ജോലി ചെയ്തിട്ടാണ് ഇവർക്ക് മാസം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ തന്നെ
ഈ പറയുന്ന ജനനീതിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ സിസ്റ്റത്തിൽ ജനങ്ങൾ വിജയിപ്പിച്ചിട്ടുള്ള മന്ത്രി തൊട്ടിട്ട് അദ്ദേഹത്തിന്റെ സിസ്റ്റത്തിന്റെ കീഴിൽ വരുന്ന മേയർ തൊട്ടിട്ട് അതിന്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റുകൾക്കൊക്കെ എന്ത് തൊഴിൽ ചെയ്തിട്ടാണ് ഇവിടെ മാസം സാലറി കിട്ടുന്നത്, ജനങ്ങളുടെ ടാക്സിന്ന് പറ്റിക്കുന്നത്? ഒന്ന് നോക്കൂ, ഇത് നോക്കൂ, മതിലാണ് തകർന്നു എടുക്കുന്നത്. രാമനിലയത്തിന്റെ മതിലാണ് കേട്ടോ, ഹൈ സെക്യൂരിറ്റി വേണ്ട മതിലാണ്. ഇവിടെ കാട് പിടിച്ച് കെടുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇത് ട്രാൻസ്ഫോമറാണ്, നശിച്ച് കെടുക്കുന്ന രീതിയിലേക്കാണ് ആ ട്രാൻസ്ഫോമറിന്റെ ഒക്കെ അവസ്ഥ എന്ന് പറയുന്നത്. കാട് പിടിച്ച് കെടുക്കുന്ന അവസ്ഥ. അത്രയും മോശപ്പെട്ട ഒരു മന്ത്രിയാണ് മുഹമ്മദ് റിയാസ് എന്ന് പറയേണ്ടി വരും. കാരണം ജനങ്ങൾ ചില വിശ്വാസത്തിലാണ് ഇവരൊക്കെ വിജയിപ്പിച്ചു വിടുന്നത്. അപ്പൊ വിജയിപ്പിച്ചു വിടുമ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രതിബദ്ധത പുലർത്തണ്ടേ മിസ്റ്റർ മുഹമ്മദ് റിയാസ്? ജനങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് ജയിപ്പിച്ചു വിടുമ്പോ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ, അവരുടെ എംപ്ലോയി ആയിട്ട് കറക്റ്റായിട്ട് ജെന്യുവിനായിട്ട് വർക്ക് ചെയ്യാൻ. ഇവിടെ എന്തിനാണ് ഇങ്ങനെ ഒരു ക്യാബ് വെച്ചിട്ടുള്ളത്, സെക്യൂരിറ്റി ക്യാബ്? എന്തിനാണ് വെച്ചിട്ടുള്ളത്? ഇവിടെ നോക്കൂ, ഇതൊക്കെ തകർന്നു എടുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ തകർന്നു എടുക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ രാമനിലയം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ കാണാവുന്ന മറ്റൊരു സംഭവമാണ് നമ്മളുടെ മ്യൂസിയം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ മ്യൂസിയത്തിന്റെ തൊട്ട് മുന്നിലുള്ള കുഴി എത്രത്തോളം അപകടകരമാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അത്രയും അപകടം പിടിച്ച രീതിയിലാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഈ മഴക്കാലത്തിന് തൊട്ട് മുമ്പ് അതായത് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒക്കെ ആ ഒരു ടൈമിൽ ടാർ ചെയ്തിട്ട് മണ്ണിന്റെ ക്വാളിറ്റി ഇല്ലായ്മ കൊണ്ട് നശിച്ച് കെടുക്കുകയാണ്. നശിച്ച് കെടുക്കാന്ന് പറഞ്ഞാൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞപ്പോ ഈ ടാർ ചെയ്തത് ഇടിഞ്ഞു. ടാർ ചെയ്തത് ഇടിഞ്ഞു. ഇതും ഒരു വളവാണ്. ഈ വളവിലുള്ള അവസ്ഥ നോക്കൂ, കണ്ടോ? ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഇത്രയും മോശപ്പെട്ട നിർമ്മിതികള് ഒരു വാലിഡിറ്റിയും ഇല്ലാതെ ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിൽ ചെയ്ത പൊതുമരാമത്തിന് അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഒരു മാസത്തെ വാലിഡിറ്റി, നിങ്ങൾ ചെയ്ത ആ പാച്ച് വർക്കിന് ഒരു മാസത്തെ വാലിഡിറ്റി ഉണ്ടോ? ഇല്ല. കാരണം അത്രയ്ക്കുള്ള ജനപ്രതിനിധികൾ എന്ന് പറയുന്ന ആൾക്കാർക്ക് ജനങ്ങളോട് അത്രയേ പ്രതിബദ്ധതയുള്ളൂ. അതിന്റെ തെളിവാണ് ഈ റോട്ടിൽ കാണുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു രീതിയിലും ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത മന്ത്രിമാരാണ്. ഇനി അടുത്തത് വരാൻ പോകുന്നത് നമ്മളുടെ KTDC അതിനോട് ചേർന്ന് വരുന്ന ലളിതല അക്കാദമിയുടെ മുൻഭാഗമാണ് കേട്ടോ. അപകടം പിടിച്ച കുഴികളാണ്. അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈക്കിലും കാര്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ആക്സിഡൻസ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ആൾക്കാർ വീണിട്ട് അവിടുന്ന് വണ്ടി എടുത്ത് പോവുക, ബൈക്ക് എടുത്ത് പോവുക, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മളെ വിജയിപ്പിച്ചുകൊണ്ടുള്ള ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കാതെ ഈ പറഞ്ഞ രീതിയിൽ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ, അതായത് മോശപ്പെട്ട നിർമ്മിതികൾ, ഒരു മഴ പോലും താങ്ങാൻ കഴിയാത്ത നിർമ്മിതികൾ ഇവിടെ നിർമ്മിച്ചെടുക്കുമ്പോൾ ഇവിടെ ഈ ജനപ്രതിനിധികളുടെ ജനാധിപത്യമാണോ അവർ ഫോക്കസ് ചെയ്യുന്നത്? ഇന്ത്യൻ നിയമവ്യവസ്ഥിതിയോട് പോലും കോടതികളോട് പോലും നീതി പുലർത്താത്ത രീതിയിലുള്ള പ്രവർത്തനമല്ലേ ഇത്? ഒരു രീതിയിലുള്ള നീതിയും പുലർത്താത്ത പ്രവർത്തനമല്ലേ? അടുത്തത് കാണിച്ചു തരാം, അപ്പൊ മനസ്സിലാവും. ഇതൊക്കെ ഇനി തകരാൻ പോകുന്നതാണ്. അതായത് ഒരു വർഷമായിട്ടില്ല, അപ്പോഴേക്കും കണ്ടില്ലേ, ആ ശബ്ദം കേട്ടില്ലേ? ഇതാണ് അവസ്ഥ. വണ്ടികളൊക്കെ പോകുമ്പോൾ ആ കുഴിയിലും കാര്യങ്ങൾക്കും വീണിട്ടാണ് പോകുന്നത്. അത്രയും മോശപ്പെട്ട സ്ഥിതിയില് ഇപ്പോ കേരള സംഗീത നാടക അക്കാദമി ഉണ്ട്. ഓക്കെ, അതിൻ്റെ അവിടെയുള്ള ഒരു കുഴിയാണത് കേട്ടോ. കണ്ടോ? സംഗീത നാടക അക്കാദമിയുടെ അവിടെയുള്ള കുഴിയാണ്.
അതേപോലെ തന്നെ നമ്മുടെ സ്പോർട്സ് അക്കാദമിയുടെ മുന്നിലുള്ള ഗട്ടറാണ്. ഈ ഗട്ടറിൽ കുഴിച്ചിട്ട് വേണം വണ്ടികളുടെ ഫിറ്റ്നസ് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുഴികളാണ്. നമ്മളിവിടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും എല്ലാവരും ഫൈൻ ഈടാക്കുന്നില്ലേ? അതായത് ജനങ്ങളുടെ വണ്ടിക്ക് ഫിറ്റ്നസ് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ജനങ്ങൾക്ക് തന്നെ ഫൈൻ ഈടാക്കുന്നില്ലേ? ആ ഫൈൻ ഈടാക്കുമ്പോ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ കഴിയുന്ന കുഴികളാണത്. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ കഴിയുന്ന അത്രയ്ക്കും വ്യാപ്തി ഉണ്ടോ ഈ കുഴിക്ക്? അത്രയ്ക്കും അതിനു വേണ്ടിയിട്ടുള്ള കുഴികളാണോ ഇവിടെ നിർമ്മിച്ചെടുത്തിട്ടുള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുഴികൾ എന്ന് പറയുന്നത്? ഈ ഹെൽമെറ്റിനും കാര്യങ്ങൾക്കും ഫൈൻ ഈടാക്കുന്നതിന്റെ ഒപ്പം ഇതുപോലത്തെ മോശം നിർമ്മിതികൾക്ക് ഈ പബ്ലിക് സർവീസ് ഹാൻഡിൽ ചെയ്യുന്ന മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് താങ്കൾക്ക് ഫൈൻ ഈടാക്കാൻ കഴിയുമോ? ഇപ്പോ ഈ പറയുന്ന കേരള സംഗീത നാടക അക്കാദമി, ലളിതകല അക്കാദമി, ബാലഭവൻ ഇത്രയും സാധനങ്ങള് ചുറ്റിക്കറങ്ങി വരുമ്പോ വരുന്ന കുഴിയാണ് കേട്ടോ. വലിയൊരു കുഴിയാണത്. ഓക്കെ, ആ കുഴിയുടെ മുന്നില് സിഗ്നൽ വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു വലിയ കുഴി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പൊതുമരാമത്ത്. അതായത് 1 മാസം പോലും ആയിട്ടില്ല പാച്ച് വർക്ക്, ജനങ്ങളുടെ ടാക്സില് പാച്ച് വർക്ക് നടത്തിയിട്ട് 1 മാസം പോലും ആയിട്ടില്ല. അപ്പോഴേക്കും ഇവിടെ ഇങ്ങനൊരു കുഴി രൂപപ്പെട്ടു. അപ്പോ എത്രത്തോളം ജനങ്ങളുടെ ടാക്സ് കണക്കില്ലേ, എത്രത്തോളം വെട്ടിക്കുന്നുള്ളതിന്റെ തെളിവാണത്. അത് കണ്ടില്ലേ? ഇതേപോലെയുള്ള കുഴികൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ 1 മാസം കൊണ്ട് പോലും പ്രോപ്പറായിട്ട് ഇതേപോലെയുള്ള വളവിന്റെ അവിടെയുള്ള കുഴികളാണ് കേട്ടാ. ഇത്രയും മോശമാണോ മുഹമ്മദ് റിയാസ്? താങ്കളുടെ മന്ത്രി പദവി താങ്കൾക്ക് കോർഡിനേറ്റ് ചെയ്യാനും ഇത് മാനേജ് ചെയ്യാനും കഴിവില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകാൻ പറഞ്ഞുകൊണ്ട് ബൈ.